നമ്മുടെ യുവജനങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? ഒരു സമയം വരെ HIV എയ്ഡ്സ് 86-ൽ HIV/AIDS തമിഴ്നാട്ടിൽ കണ്ടെത്തി. അതിനുശേഷം ഇതിങ്ങനെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടെന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിലൂടെയായിരുന്നു ഈ രോഗം പകരുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും നമ്മളെല്ലാവരും ഇന്ന് കോണ്ടം ഉപയോഗിക്കണം, സുരക്ഷിതമായ ലൈംഗിക പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. കൊച്ചു കുട്ടികളായിട്ടുള്ളവർ അപ്പൊ അതിലും വലിയൊരു തലവേദനയിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ IV ഇഞ്ചക്ഷൻസ്, ഒരാള് കുത്തി അടുത്തയാള് കുത്തി അടുത്തയാള് കുത്തി, അങ്ങനെ ഡ്രഗ് മാറ്റി 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 ആൾക്കാർ ട്രൈ ചെയ്യുന്ന വഴിയാണ് പ്രധാനമായിട്ടും ഇപ്പം ഇത് കൂടുന്നത്. ഇത് സ്കൂൾ കുട്ടികൾ തൊട്ട് കോളേജിലുള്ളവർക്ക്, വിദ്യാർത്ഥികളായിട്ട്, ജോലിക്കാരായിട്ട് എല്ലാവരും ഇത് സാധാരണയായി മാറിയിരിക്കുക. പണ്ട് നമ്മൾ കള്ളു കുടിക്കരുത് കള്ളു കുടിക്കരുത് കള്ളു കുടിക്കുന്നതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കള്ളു കുടിക്കുന്നവനെ അടിച്ചു വിറ്റ അവിടെ കിടക്കും, അല്ലെ അത് എന്തിനും കണ്ടുപിടിക്കും. ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവരെ ആദ്യം ഒരു ഉറക്കം തൂങ്ങി നടക്കുന്നതായിട്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അവിടെ പീഡിപ്പിച്ചു, ഇവിടെ പീഡിപ്പിച്ചു, അവിടെ മോഷണം, അവിടെ കൊല, ചുമ്മാ ഇരുന്ന് ചാടി ദേഷ്യപ്പെട്ടു, ചുമ്മാ ഇരുന്ന് കിടന്നുറങ്ങി അമ്മയെ വെട്ടിക്കൊന്നു, അല്ലെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിന് പേര് അച്ഛനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റോക്കെടുത്തു, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് കേൾക്കാനിട വരുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴുള്ള കുട്ടികളിൽ നമ്മൾ ആബ്സെൻസ് ഓൺലി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതായത് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. രണ്ടാമത്തെ കാര്യം, അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഈ ഇഞ്ചക്ഷൻസ് നിങ്ങൾ ഡ്രഗ് എടുക്കുന്നവർ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി പോലത്തെ അസുഖം, HIV/AIDS പോലുള്ള അസുഖങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും എന്നുള്ളൊരു അവബോധമാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അഥവാ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള പ്രാധാന്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ട അവബോധം. രണ്ടാമത്, ഈ ഡ്രഗ് എടുക്കുന്നവർ ആദ്യകാലങ്ങളിൽ ഡ്രഗ് എടുക്കുമ്പോൾ ഭയങ്കര ഉന്മേഷവും ഉഷാറും ധൈര്യവും ഒക്കെ കാണും. അതായത് ഒരു ക്ലാസ് എടുക്കേണ്ട സമയത്ത്, അല്ലെ പഠിക്കേണ്ട സമയത്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഉറക്കളച്ചിരുന്ന് പഠിക്കാൻ പറ്റും. പല കുട്ടികളും നമ്മുടെ കൗൺസിലിങ്ങിന്റെ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, മാഡം പറയുന്ന പോലെയല്ല, എനിക്കൊരു സെമിനാർ എടുക്കാനോ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനോ ഒരു കോൺഫറൻസ് എടുക്കാനോ ലീഡ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി എനിക്കില്ല. പക്ഷേ ഞാൻ ഈ LSD പോലുള്ള സംഭവം എടുത്തു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ധൈര്യമാണ് വരുന്നത്. അത് എന്നാടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കാനുള്ള ധൈര്യമാണ്. അതിന് ഉദാഹരണം, ഒരിക്കൽ ഒരു കുട്ടി ടീച്ചറോട് തട്ടിക്കയറി, ടീച്ചർ അസൈൻമെന്റ് തെറ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ വലിച്ചു കയറി മോന്തക്കത് വെടിക്കടി ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ അങ്ങനൊന്നും പറയുന്ന ആളല്ല, അവൻ പറഞ്ഞതാണ് ഈ എക്സ്പീരിയൻസ്. മാഡം ഉദ്ദേശിക്കുന്നതല്ല, ഈ ധൈര്യവും എനിക്ക് വരുന്നത്. അന്നേരം ഒരാളെ കൊല്ലാനൊക്കെ എനിക്ക് ധൈര്യമാണ്, എനിക്ക് എതിർത്ത് പറയാൻ ധൈര്യമാണ്. പക്ഷെ ഇത് നല്ല ധൈര്യമല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ, ചില ആൻസൈറ്റി നമുക്ക് വേണ്ടതാണ്. അത് ലിറ്റിൽ ആൻസൈറ്റി ഈസ് നീഡഡ് ടു ഗെറ്റ് എ സക്സസ്. അത് ഒട്ടും ആൻഷ്യസ് അല്ലാത്ത കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കില്ല. പക്ഷെ ഇതൊരു ആൻസൈറ്റി ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറന്നു പോകുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? ഒരു പാറപ്പുറത്ത് കയറി പറന്നു പോയി എൻ്റെ വീടിനടുത്തുള്ള താഴെ കൊക്കയിലോട്ട് വീണ, കുഴിയിലോട്ട് വീണ, കാലും കൈയും എല്ലാം ഒടിഞ്ഞ് അവിടെ കിടപ്പാൻ. അപ്പൊ ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക, മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ പ്രേരിപ്പിക്കുക, കൊച്ചുകുട്ടികളെ ദുരുപയോഗിക്കാൻ പ്രേരിപ്പിക്കുക, ഈ ഇടിച്ചു കൊല്ലാൻ തോന്നുക, അസാധാരണമായ ധൈര്യമുണ്ട്, ഇതൊന്നും നമുക്ക് നല്ല കാര്യമല്ല. മോഷണ ശ്രമങ്ങളിൽ പിടിച്ചവരിലും ഒക്കെ കണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഇവർ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരാൾ ഉപയോഗിച്ച ഡ്രഗ് മറ്റൊരാൾ ഇഞ്ചക്ഷൻ വഴി, IV സിറിഞ്ച് വഴി പാസ് ചെയ്തു. ഈ ദൈവത്തെ ഓർത്ത് ഈ IV സിറിഞ്ച് വഴിയുള്ള ഈ ഉപയോഗം, ഒരാൾ ഉപയോഗിച്ചോ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ഭയങ്കര റിസ്കിയാണ്. ഇതിൽ നിന്നും പിന്മാറിയേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം HIV/AIDS എണ്ണം കൂടിപ്പോട്ടും. അതുകൂടാതെ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ശക്തമായ ഒരു അവബോധം ഉണ്ടാക്കണം. തന്നെയല്ല, HIV/AIDS കറക്റ്റായിട്ടുള്ള എണ്ണം, നമ്മൾ 24,000 പേരൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ളത്, ഉറപ്പാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിരിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിത നമ്മുടെ കയ്യിലായിരിക്കും. ഓരോ വ്യക്തിയും തീരുമാനിക്കണം, ഞങ്ങൾ സുരക്ഷിതമായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷിതമായ ഒരു ജീവിതം നമുക്ക് ഉറപ്പാണ്. നമ്മുടെ അടുത്തുള്ളവർക്കും സമൂഹത്തിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ലോകത്തിന് മുഴുവനും നമ്മളൊരു മാതൃകയായി, നമ്മൾ മറ്റുള്ളവർക്ക് രോഗം വരുത്താത്തവരെ മാറുക എന്നൊരു ഉറപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. താങ്ക് യു സോ മച്ച്.